ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ആണ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഒരു തെർമോഡൈനാമിക് പാരാമീറ്റർ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റർ ഒമേഗ എന്നുള്ളത് കണ്ടു. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ റിലേഷൻസ് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഇവാലുവേറ്റ് ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇൻ എ പെർട്ടിക്കുലർ സിസ്റ്റം. ഫോർ ദാറ്റ് നമ്മൾ ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണ്. അപ്പോൾ ബിഫോർ കമ്മിങ് ടു ദ ഇവാലുവേഷൻ ഓഫ് ഒമേഗ നമ്മൾ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ തന്നെ കുറേ സിസ്റ്റം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ തെർമോഡൈനാമിക് ഇക്വേഷൻസ് നമുക്ക് ഇതിൻ്റെ എന്യൂമറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ആക്ച്വൽ ഒമേഗ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ചില ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് അതിൽ നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആണ്. So that irrespective of the internal structure of the particle composed of non-interacting particles. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വിൽ ബി എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വി. അതുകൊണ്ട് ഹെൻസ് ടു ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ അവിടെ ഒമേഗയുടെ ഡിപ്പെൻഡൻസ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് യൂഷ്വലി നമുക്കറിയാം. ഇപ്പോൾ ഒരു വോള്യൂം കൂടുന്നതിനനുസരിച്ചിട്ട് പാർട്ടിക്കിൾസിനെ ഓക്യുപ്പൈ ചെയ്യാനുള്ള നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ ചാൻസും കൂടുതലാണ്. അതായത് സപ്പോസ് നമ്മളൊരു ഗിവൺ വോള്യത്തിന് കുറേ ഷെൽസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലും കുറേ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഓക്യുപ്പൈ ചെയ്യും. ഒരു പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു ഷെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഷെല്ലിൽ ഗിവൺ വോള്യത്തിൽ ഈ ഒരു ഷെല്ലിൽ കുറേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു മൈക്രോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആസ് ദ നമ്പർ വോള്യൂം ഇൻക്രീസസ് ഇവിടെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സും കൂടാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഒമേഗയുടെ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വി എന്ന് നമ്മൾ പറയുന്നത്. Then if there do not exist any spatial correlations among the particles, that is mutual interaction among particles are negligible. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ക്ലാസിക്കൽ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ അപ്പോൾ ഇവിടെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു സ്പെഷ്യൽ കോറിലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈച്ച് മൈക്രോ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ദ മൈക്രോ സ്റ്റേറ്റ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് എക്സ്പ്രെസ്ലി ഡിപ്പെൻഡ്സ് ഓൺ വി എന്ന് പറയാൻ പറ്റും. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് any one of them being found in a particular region of the available space is completely independent of the location of the other particle. അതായത് ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷൻ സ്പേസിനൊന്നും എഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് then the total number of ways in which the n particles can be spatially distributed in the system will be simply equal to the product of the number of ways in which the individual particles can be accommodated in the same space ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് വൺ അനദർ. അതായത് ഓരോ പാർട്ടിക്കിളും ഓക്യുപ്പൈ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി ആണ്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഓരോന്നിൻ്റെയും ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വിത്ത് എൻ ആൻഡ് ഇ ഫിക്സ്ഡ് ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ ഓരോ ഒമേഗ 1 ഒമേഗ 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈച്ച് വൺ വിൽ ബി പ്രൊപ്പോർഷണൽ ടു വി ആണ്. സോ ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ ആണ്. ദെർഫോർ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഒമേഗ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി nth പവർ ഓഫ് വി. സോ ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ നമുക്ക് വി ഡിപ്പെൻഡൻസ് നമുക്ക് സപ്പോസ് വി അവോയ്ഡ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് ദ മ്യൂച്വൽ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഓർ ദ എഫക്റ്റ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒമേഗ എന്നുള്ളതിനെ nth പവർ ഓഫ് വിക്ക് പ്രൊപ്പോർഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതായത് നമ്മൾ ഒമേഗ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു n എന്ന് എഴുതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഓൾറെഡി തെർമോഡൈനാമിക് പാരാമീറ്റർ എസ് എൻ എൽ ഒമേഗ ഈസ് കണക്റ്റഡ് ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗയാണ്. ആൻഡ് ആൾസോ വി ഹാവ് ഒബ്റ്റൈൻഡ് എ റിലേഷൻ ലൈക്ക് ദിസ് പി ബൈ ടി ഈസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അണ്ടർ കോൺസ്റ്റൻറ്റ് എൻ എൻ ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി റേസ് ടു എൻ ആണ്. സോ എൽ എൻ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ നോ ദാറ്റ് എൽ എൻ ഓഫ് വി റേസ് ടു എൻ എടുക്കും. അപ്പോൾ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി എൻ എൽ എൻ വി എന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് കെ ഈസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡോ ബൈ ഡോ വി ഓഫ് എൽ എൻ എൻ എൽ എൻ വി. So k is constant, then n dou by dou v of n ln v എന്ന് പറഞ്ഞാൽ n is also a constant. അതും പുറത്തെടുത്ത് നമ്മൾ ln of v that is dou by dou v of ln of v that is equal to 1 by v ആണ്.
അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു P/T ഈസ് ഈക്വൽ ടു K ഇൻറ്റു N/V എന്ന് കിട്ടി. ഓർ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു NKT എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ PV ഈസ് ഈക്വൽ ടു നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NKT ആണ്. N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് അതിനെ സപ്പോസ് വി നോ ദി നമ്പർ ഓഫ് മോൾസ് ഇൻ എ പെർട്ടിക്കുലർ വോള്യൂം. അതിൽ അങ്ങനെയാണെങ്കിൽ ഇഫ് സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് Na ഈസ് ദ അവഗാഡ്രോ നമ്പർ. ഈച്ച് മോളിൽ നമുക്കറിയാം അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ദർ. സോ ഇൻ n മോൾസ് വി ഹാവ് n ഇൻറ്റു Na നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയാൻ പറ്റും. സോ അവർ ക്യാപിറ്റൽ N ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് n ഇൻറ്റു Na. So that will be equal to, so our expression becomes PV is equal to NKT എന്നുള്ള എക്സ്പ്രഷൻ സ്മോൾ n ഇൻറ്റു Na അവഗാഡ്രോ നമ്പർ ഇൻറ്റു KT എന്നായിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ട് മാറും. ബട്ട് വി ഓൾറെഡി നോ ദാറ്റ് PV is equal to NRT എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. സോ കമ്പയറിങ് ദീസ് ടു എക്സ്പ്രഷൻസ് വി വിൽ ഗെറ്റ് NR is equal to Na into K or R is equal to K into Na എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. So this is the relation between that is universal gas constant R, then Avogadro number Na and the Boltzmann's constant. It is one of the method to evaluate the Boltzmann's constant. So you know the value of R is 8.314 and so K is equal to we will get it as R divided by Na. So it is 8.314 divided by 6.02 into 10 raised to 23. So you will get the value as 1.38 into 10 raised to minus 23 joule per Kelvin. So here where R is the gas constant ആണ്. Then അപ്പോൾ നമുക്ക് വിതൗട്ട് കാൽക്കുലേറ്റിംഗ് നമ്മൾ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഒമേഗയുടെ ഒരു ഡിപ്പെൻഡൻസ് പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. ഫോർ ഡിറൈവിംഗ് അതർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം വി റിക്വയർ എ ഡീറ്റെയിൽഡ് നോളജ് ഓഫ് ദി വേ ഒമേഗ ഡിപ്പെൻഡ്സ് ഓൺ ദി പാരാമീറ്റേഴ്സ് N, B and E. That is, we have to determine the total number of ways satisfying the equation summation R equal to 1 to 3n epsilon R equal to E. ഇനി നമുക്ക് ഒമേഗയുടെ ഫർദർ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒമേഗയും തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സും കൂടെ കണക്ട് ചെയ്യുന്ന ഫർദർ റിലേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ we have to know the total number of ways satisfying the equation summation R equal to 1 to 3n epsilon R equal to E. അതായത് ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന എനർജിയുടെ റിലേഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. വെർ ER ആർ ദ എനർജീസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി N പാർട്ടിക്കിൾസ്. ഒരു സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് N പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന സർട്ടൺ എനർജി വാല്യൂസ് ഉണ്ടായിരിക്കും. ദാറ്റ് എനർജി വാല്യൂസിൻ്റെ ഒരു ഡിപ്പെൻഡൻസ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ടോട്ടൽ എനർജി അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇനി ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫർദർ ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം അല്ലെങ്കിൽ ഫർദർ ഇക്വേഷൻസ് കണക്റ്റിംഗ് ദ സിസ്റ്റംസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒരു പാർട്ടിക്കിൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ ക്യൂബിക്കൽ ബോക്സ് ഓഫ് സൈഡ് L സോ ദാറ്റ് ഇറ്റ്സ് വോളിയം വിൽ ബി ഈക്വൽ ടു L3. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് വാനിഷ് ആസ് എവരിവെയർ ഓൺ ദി ബൗണ്ടറി. ഈ ഒരു കണ്ടീഷൻ വരുന്ന ഒരു സിസ്റ്റം അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ കൺഫൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ക്യൂബിക് ബോക്സിൻ്റെ അകത്ത്. അതായത് നമുക്കറിയാം പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നുള്ള കേസിൽ അവിടെ നമുക്കൊരു അതിൻ്റെ എനർജിയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ അറിയാൻ പറ്റും. ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഫർദർ നമ്മൾ ഇതിൻ്റെ സിസ്റ്റത്തിനെ ഡീൽ ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E of nx n by nz that is equal to h² divided by 8ml² into nx square plus ny square plus nz square ആണ്. അവിടെ nx n by nz can take values ഇൻറ്റഗ്രൽ വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. 1 2 3 എക്സെട്ര വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ എക്സ്പ്രഷൻസ് വന്നതൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ബൗണ്ടറി കണ്ടീഷൻസൊക്കെ എടുത്തു കൊടുത്തു. നമുക്ക് 2 ടൈപ്പ് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ന്യൂമാൻ ബൗണ്ടറി കണ്ടീഷൻ ഇസ് ദർ, അതുപോലെ ഡിറിച്ലെസ് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമുക്ക്
അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ബോക്സിൽ വരുന്നൊരു സിസ്റ്റത്തിന് അതിന് എല്ലാ എനർജീസും പോസിബിൾ ആയിട്ടില്ല. അതിന് NX, NY, NZ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വാല്യൂസ് ആകുന്ന രീതിയിലുള്ള എനർജി വാല്യൂസ് മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ ഫങ്ഷൻസ്, ആ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ ഫങ്ഷൻ ആയിരിക്കും ഇവിടുത്തെ നമ്മളുടെ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എ പാർട്ടിക്കിൾ ഓഫ് എനർജി E വുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പോസിറ്റീവ് ഇൻറ്റഗ്രൽ സൊല്യൂഷൻസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NX² + NY² + NZ² ഇസ് ഈക്വൽ ടു 8m. നമ്മൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ കിട്ടും. NX² + NY² + NZ² ഇസ് ഈക്വൽ ടു 8m then 8m L² ഡിവൈഡഡ് ബൈ h² ഇൻറ്റു E എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. അവിടെ L²നാണ് നമ്മൾ V⁻²/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ബിക്കോസ് V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് L³ ആണ്. സോ L² ഇസ് ഈക്വൽ ടു L ഇസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് V⁻1/3 ആണ്. സോ L² വിൽ ബി ഈക്വൽ ടു V⁻2/3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ε⁻, ആൻഡ് അതിനെ നമ്മൾ ε⁻ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനായിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മളുടെ ഒമേഗ. ഡിനോട്ട് ദിസ് നമ്പർ ബൈ ഒമേഗ ഓഫ് 1 ε⁻v, ബിക്കോസ് ഹിയർ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡേർഡ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് n ആണ് നമ്മൾ 1 കൊടുത്തത്. ഒരു സിംഗിൾ പാർട്ടിക്കിൾ കേസിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഒമേഗയ്ക്കുള്ള ഇക്വേഷനാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട് സിസ്റ്റത്തിന്. ഒരു പാർട്ടിക്കിളിൻ്റെ ബോക്സ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് ഓക്യുപ്പൈ ഓൾ ദ എനർജി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇപ്പോൾ 25 എനർജി നമുക്ക് വരുന്നൊരു കേസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ E* എന്നുള്ള വാല്യൂ ഒരു 25 ആണെങ്കിൽ നമുക്കൊരു പ്ലെയിനിൽ ഡിസ്കസ് ചെയ്യണം. NX, NY എന്നുള്ളൊരു കേസ് മാത്രം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ NX² + NY² ആവണം. അത് ഇൻറ്റഗ്രൽ വാല്യൂസ് ആവണം. ഇപ്പോൾ 25 കിട്ടണമെങ്കിൽ നമുക്കറിയാം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 9 + 16. 9 + 16 വരുമ്പോൾ NX വിൽ ബി ഈക്വൽ ടു 3യും NY ഈക്വൽ ടു 4, അല്ലെങ്കിൽ തിരിച്ച് NY ഈക്വൽ ടു 4, NX ഈക്വൽ ടു 3. ഈ ഒരു കോൺഫിഗറേഷൻ മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ, NX, NY ഇൻറ്റഗ്രൽ വാല്യൂസ്. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. അത് 2 ആണ്. അതായത് 4, 3 എന്ന് പറയുന്ന ഒരു കേസും അതുപോലെ 3, 4 എന്ന് പറയുന്ന ഒരു കേസും മാത്രമാണ് അതിന് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉള്ളത്. അപ്പോൾ ആ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെയാണ് നമ്മളിവിടെ ഒമേഗ എന്ന് പറഞ്ഞിട്ട് E* ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. The desired number omega of NeV would be equal to the number of independent positive integral solution of the equation summation r equal to 1 to 3n of nr², that is equal to 8m V⁻2/3/h² into E is equal to E*. അപ്പോൾ ഇത് നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിന് നമുക്കുള്ളത് n പാർട്ടിക്കിൾ സിസ്റ്റമാണ്. n പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഈ ഓരോ പാർട്ടിക്കിൾ ആകുമ്പോൾ NX, NY, NZ 3 കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് n പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പാർട്ടിക്കിളാണെങ്കിൽ NX1 ഉണ്ടാവും, NY1, NZ1, അതുപോലെ NX2, NY2, NZ2 ഉണ്ടായിരിക്കും. അപ്പം n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ ഇവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് 3n വേരിയേഷൻസ് ഉണ്ടായി. 1 മുതൽ 3n വരെ വേരിയേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിനുള്ള എനർജി വാല്യൂസ് അല്ലെങ്കിൽ മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആയിട്ടുള്ളത്. So from this we conclude that the volume V and the energy of the system enter into the expression for omega in the form of the combination V⁻2/3 into E. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു E⁻ൻ്റെ എക്സ്പ്രഷനിൽ V ഡിപ്പെൻഡൻസും വരുന്നുണ്ട്, അതുപോലെ E ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. പക്ഷേ V ആൻഡ് E ഡിപ്പെൻഡൻസ് നമ്മൾ ടുഗദർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് എപ്പോഴും ഏത് ഓർഡറിലായിരിക്കണം? V⁻2/3 E എന്നുള്ള ഓർഡറിൽ ആയിരിക്കണം. ഇവിടെ അതിൻ്റെ ഈ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്കറിയാം നമ്മുടെ ഒമേഗ ഡിപ്പെൻഡൻസ് V⁻2/3 E ആയതുകൊണ്ട് S ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ N V⁻2/3 E എന്ന് പറയുന്ന ഒരു കേസായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമ്മൾ ഒരു റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സാണ് കൺസിഡർ ചെയ്യുന്നത്. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ N ആൻഡ് S ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. റിവേഴ്സിബിൾ നിങ്ങൾക്കറിയാം അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ റിവേഴ്സിബിൾ ആണെങ്കിൽ അവിടെ എസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, DS 0 ആയിരിക്കും. വേരിയേഷൻ ഇൻ എൻട്രോപ്പി വിൽ ബി 0 ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൾസോ എ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസിൻ്റെ ഡിപ്പെൻഡൻസിൽ എസ്സിൽ N V⁻2/3 E എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെയാണ് എസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അതിൽ v/2/3 E എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എസ് കോൺസ്റ്റൻ്റ് ആണ്. സോ എന്നും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബാക്കി വരുന്ന ഈ v/2/3 E എന്ന് പറയുന്ന പാരാമീറ്ററും അവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിൻസ് എസ് ഇസ് എ കോൺസ്റ്റൻറ്റ്, ഓൾ ദ പാരാമീറ്റേഴ്സ് എന്നും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ബാക്കി v/2/3 E കംസ് ആസ് എ ടുഗദർ ആൻഡ് ദാറ്റ് ആൾസോ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ചില ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്കറിയാം TdS എന്ന് പറയുന്ന ഇക്വേഷൻ PdV മൈനസ് μdN പ്ലസ് DE ആണ്. അവിടെ എന്നും എസ്സും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്നും എസ്സും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് പോവും. സോ TdS വിൽ ബി ഈക്വൽ ടു PdV. സോ എന്നും എസ്സും ആണ് കോൺസ്റ്റൻറ്റ്. TdS വിൽ ബി നോട്ട് ബി ദർ, μdN will not be there. So PdV will be equal to PdV plus DE will be equal to 0 or PdV equal to minus D ആണ്. P is equal to minus D dou E by dou V at constant N and S എന്ന് കിട്ടും. സോ നമുക്ക് പ്രഷറിനുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. പ്രഷറിൻ്റെ എക്സ്പ്രഷനിൽ P ഈക്വൽ ടു മൈനസ് ഡോ ഇ ബൈ ഡോ വി അണ്ടർ കോൺസ്റ്റൻറ്റ് NNS ആണ്. അപ്പം നമുക്ക് v/2/3 E ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ v/2/3 DE പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ E ഇൻറ്റു v/2/3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 v/2/3 മൈനസ് 1 ഇൻറ്റു DV ഈക്വൽ ടു 0 എന്ന് വരും. കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ v/2/3 DE ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2/3 ദെൻ മൈനസ് 2/3 എന്ന് വന്നു. ദെൻ v/2/3 മൈനസ് 1. ഇതിൽ v/2/3 DE പ്ലസ് E ഇൻറ്റു 2/3 v/2/3 മൈനസ് 1 DV ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അതുപോലെ നിർത്തി, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ v/2/3നെ മൈനസ് 1നെ v/2/3 ഡിവൈഡഡ് ബൈ v എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു v/-1/3 എന്ന് കിട്ടും. സോ നമുക്ക് ആ ഒരു v/2/3 ആൻഡ് v/2/3 ക്യാൻസൽ ചെയ്യും. സോ DE ബൈ DV നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ DE by DV is equal to minus 2/3 here, then E by V എന്ന് കിട്ടും. That is minus dou E by dou V, that is equal to 2/3 into E by V. മൈനസ് ഡോ ഇ ബൈ ഡോ വി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രഷറാണ്. സോ P ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു E by V എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഈ E by Vക്ക് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ എനർജി ഡെൻസിറ്റി. സോ ദിസ് ഈസ് ആൾസോ എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ. പ്രഷർ ആൻഡ് എനർജി ഡെൻസിറ്റി, ഹൗ ദേ ആർ റിലേറ്റഡ്. പ്രഷർ ഇസ് ഈക്വൽ ടു 2/3 E by V ആണ്. E by Vക്കാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ദ പ്രഷർ ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ഇറ്റ്സ് എനർജി ഡെൻസിറ്റി ആണ്. ഇനി നമ്മൾ അടുത്തൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത് v/2/3 E ഈക്വൽ ടു K എന്നുള്ള എക്സ്പ്രഷനിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E ഈസ് ഈക്വൽ ടു K ഇൻറ്റു v/-2/3. വിത്ത് റെസ്പെക്ട് ടു V നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഇ ബൈ ഡോ വി നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഇസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ നമ്മൾ കെക്ക് പകരം നമുക്ക് K ഡാഷ് എന്നിട്ട് കൊടുക്കുക. കാരണം K നമ്മൾ ഓൾറെഡി ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് Kനെ റീപ്ലേസ് ചെയ്തിട്ട് K ഡാഷ് ആയിട്ടുള്ളത്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. സോ ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം K ഇൻറ്റു -2/3 ദെൻ v/-2/3 മൈനസ് 1, അതായത് നമുക്ക് കിട്ടുന്നത് K ഇൻറ്റു 2/3 v/-5/3 എന്ന് കിട്ടും. മൈനസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി. സോ ദ എക്സ്പ്രഷൻ ഈസ് മൈനസ് ഡോ ഇ ബൈ ഡോ വി ഈസ് ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു 2/3 ഇൻറ്റു v/-5/3 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ഇ ബൈ ഡോ വി നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു P. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ മോഡിഫൈ ആണ്. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് നമ്മൾ ഒരു സൈഡിൽ നിർത്തി 2/3 കോൺസ്റ്റൻറ്റ് ഒരു സൈഡിലും P v/-5/3 എന്നുള്ളത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ Pൻ്റെ കൂടെ എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് P v/-5/3 ബിക്കംസ് 2/3 K ഡാഷ് ഓർ PV/-5/3 ദാറ്റ് ഈസ് ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു K എന്ന് പറയുമ്പോൾ ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് K ഡാഷ് ഇൻറ്റു 2/3 എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും നമുക്ക്. സോ PV/-5/3 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കറിയാം ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് PV/γ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. PV/γ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗാമ ഈസ് ഈക്വൽ ടു 5/3 കാണാൻ പറ്റും. ബട്ട് ഗാമ ഈസ് ഈക്വൽ ടു CP/CV ആണ്. CP/CV ഈസ് ഗാമ. സോ ഒരു മോണോറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്കറിയാം CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്
5r divided by t ആണ്. 5r divided by 2 ആൻഡ് സി വി എന്ന് പറയുന്നുണ്ടെങ്കിൽ 3r divided by 2 ആണ് മോണോ ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സി പി ബൈ സി വി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 5/3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. So that also we have proved PV raised to 5/3 or PV raised to gamma is a constant for a reversible adiabatic process. ഇവിടെ അതൊരു മോണോറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് സിംഗിൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അവിടെ സി പി ഗാമയുടെ വാല്യൂ 5/3 ആയിരിക്കണം. സോ ദാറ്റ് എക്സ്പ്രഷൻ ആൾസോ വി ഹാവ് ഗോട്ട് ഫ്രം ദിസ് കൺസിഡറേഷൻ. ഇനിയാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് അതിൻ്റെ ഒമേഗയുടെ ഇവാലുവേഷൻ. ഇപ്പോഴും നമ്മൾ ഒമേഗയുടെ ഇവാലുവേഷൻ ചെയ്തിട്ടില്ല. ഒമേഗയുടെ ഡിപ്പെൻഡൻസ് പറഞ്ഞ് നമ്മൾ ചില തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളൂ. First of all, we have derived the ideal gas equation, and then secondly we have derived the equation for adiabatic reversible adiabatic process from the consideration. For the first one നമ്മൾ എടുത്തത് classical ideal gas non interacting particles ആയതുകൊണ്ട് each microstate depends upon V, and so total number if it is n, it depends on V raised to n എന്നുള്ള ഒരു കൺസിഡറേഷൻ എടുത്തു. ഈ കേസിലാണെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ എസ് ആൻഡ് എൻ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ സിൻസ് എനർജി ഡിപ്പെൻഡൻസ് വരുന്നത് ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് കൺഫൈൻഡ് energy cannot have all values, it should satisfy certain condition that summation of n equal to r equal to 1 to 3n nr square is equal to എപ്സിലോൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൺസിഡറേഷൻ നമുക്ക് കിട്ടി ദ ഡിപ്പെൻഡൻസ് ഓൺ എനർജി യോർ ഇ സ്റ്റാർ ഈസ് ഓൺ നമുക്കറിയാം വി റേസ് ടു 2/3 ഇ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസ് ആണ് എപ്പോഴും എസ്സിന് വരുന്നത്. അതായത് ഒരു നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും എനർജി ഡിപ്പെൻഡൻസും വരുന്നത് വി റേസ് ടു 2/3 ഇ എന്നുള്ള ഒന്നിച്ചുള്ള ഒരു പാരാമീറ്റർ ഡിപ്പെൻഡൻസ് വരുന്നു. ആ ഒരു കൺസിഡറേഷനാണ് നമുക്കിവിടെ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ വരുന്ന പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവാലുവേഷൻ ഓഫ് ഒമേഗ ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.